നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയങ്കരനായ സീതി സാഹിബിൻ്റെ 65ാമത് ചരമവാർഷിക ദിനമാണ്. ജന്മിയായി ജനിച്ച് ദരിദ്രനായി മരിച്ച ഒരു മുസ്ലിം ലീഗിൻ്റെ സ്ഥാപക നേതാക്കൾ ഒരാളായിരുന്നു സീതി സാഹിബ്. അവസാനം കമ്മിറ്റി നോട്ടീസ് അയക്കൽ കാർഡിലത് ഒരണിയാണ്. 100 കാർഡ് അയക്കാൻ 100 അണ വേണം. അതുപോലും കഷ്ടപ്പെട്ടാണ് അങ്ങനെ പ്രവർത്തിച്ച് വളർത്തിയെടുത്ത മുസ്ലിം ലീഗ് ഇന്ന് കോടീശ്വരന്മാരുടെ കയ്യിലാണ്. തന്നെയുമില്ല, ഒന്നിൽ കോടീശ്വരന്മാരാകുകയോ അല്ലെങ്കിൽ വന്നതിന് ശേഷം കോടീശ്വരനാകുകയോ ചെയ്ത നേതാക്കളുടെ കയ്യിലാണ്. അവരൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. മറ്റൊന്ന്, വാൽപ്പാറയിൽ വാഹന അപകടം ഉണ്ടായി. ആ അപകടത്തെക്കുറിച്ച് ചില കുബുദ്ധികൾ ചില കാര്യങ്ങൾ പറഞ്ഞു. ഹോർലീനിങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞു. അവരത് പറഞ്ഞത് 100% തെറ്റാണ്. പക്ഷേ അതിനൊക്കെ ഒരു മറുവശമുണ്ട്. അത് മുസ്ലിം സമുദായം, പ്രത്യേകിച്ച് മൗലവിമാർ ശ്രദ്ധിക്കണം. മരിച്ചു കഴിഞ്ഞാൽ സ്വർഗമുണ്ടെന്നും അവിടെ 77 ഹൂർലീനിയങ്ങൾ കിട്ടുമെന്നും തേനും പാലും ഒഴുകുന്ന നദികളുണ്ട്, നമ്മൾ എന്തു ആഗ്രഹിച്ചാലും കിട്ടും എന്നൊക്കെ പറഞ്ഞ് നാൽക്കവലകളിൽ വലിയ മേക്ക് സെറ്റ് വെച്ച് പ്രസംഗിക്കുന്ന ഈ മൗലിമാർ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇത് 21ാം നൂറ്റാണ്ടാണ്. ഇത് വെച്ച് ഇസ്ലാമിക ആദർശങ്ങൾക്കൊന്നും നൂറ്റാണ്ട് എത്ര കഴിഞ്ഞാൽ മാറ്റം വരില്ല, അതിലൊന്നും സംശയമില്ല. പക്ഷേ പ്രസംഗിക്കുമ്പോൾ അതിനൊക്കെ ഒരു അള്ളാഹു എന്താ അങ്ങനെ ഉദ്ദേശിച്ചത്? നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കണം. ജീവിച്ചു കഴിഞ്ഞാൽ മറ്റു ലോകത്ത് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കിട്ടും. കാരണം ഒരു കാര്യം മനസ്സിലാക്കുക, സംഗീതവും സ്ത്രീയും മഴയുമാണ് ലോകത്ത് മനുഷ്യൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അവർ ഏറ്റവും കൂടുതൽ വെറുക്കുന്നതും ഈ 3 വസ്തുക്കൾ. സ്ത്രീകൾ ഒരു പരിധി വിട്ട് വെറുക്കും, മഴ വെറുക്കും, സംഗീതം വെറുക്കും. അപ്പോൾ പറയുന്നതിന് വ്യാഖ്യാനം ലിമിറ്റ് വേണം. ഇത് പൊതുസമൂഹമാണ്, മുസ്ലിം സമുദായം മാത്രമല്ല, ഒരു പൊതുസമൂഹമാണ്. വ്യത്യസ്ത മതങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്നും. അപ്പോൾ നമ്മൾ പ്രസംഗിക്കുമ്പോൾ കുറച്ചുകൂടി മിതത്വം പാലിക്കണമെന്ന് പറഞ്ഞില്ലെങ്കിൽ ഇതുപോലെ ബണ്ടത്തിലുണ്ടാവും. അല്ല, അതിനോടനുബന്ധിച്ച് പറയുന്ന മറ്റൊരു കാര്യം കൂടിയാണ്. ആ മദ്രസയിലെ വിദ്യാർത്ഥികൾ ചുമരെഴുതാൻ പോയപ്പോൾ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പട്ടാളക്കാരൻ്റെ ഒരാൾ, സാധാരണ മനുഷ്യല്ല, ഒരു പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ അവർ നമ്മൾ എന്ത് റെസ്പെക്റ്റ് ചെയ്യണം. കാരണം അവൻ്റെ ജീവൻ പണയപ്പെടുത്തിയാൽ നമുക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ അവസരം ഉണ്ടാക്കുന്നത്. മഞ്ഞുമലകളിലും ചൂട് കാറ്റിൽ വെല്ലയേറ്റ് അതൊക്കെ സത്യമാണ്, സംശയമൊന്നുമില്ല. അങ്ങനെ രാജ്യസ്നേഹി ആകേണ്ട ഒരു പട്ടാളക്കാരൻ 10-17 വയസ്സ് മാത്രം പ്രായമുള്ളൊരു മദ്രസ വിദ്യാർത്ഥിയെ അകാരണമായിട്ടും അസ്ഥാനത്തും അശാസ്ത്രീയമായിട്ടും ഇങ്ങനെ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ മനുഷ്യമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പ്രയാസമാണ്. എങ്കിലും അതൊക്കെ കുറച്ച് മിതത്വം പാലിക്കണം. അങ്ങനെ സംഭവം ഉണ്ടായതിൻ്റെ പേരിൽ ഓർഡിനേഴ്സ് യോഗം കൂടുക, അത് അവർ മറ്റൊരു ദുഷ്ടലാക്കുക, അതിന് മുതലെടുക്കാന്നാണ്. അങ്ങനെ സംഭവം ഉണ്ടായി, ശരി, അത് പ്രതിഷേധമൊക്കെ നല്ലതിന് ഉടനെ തന്നെ ബിഷപ്പ് ഹൗസിലേക്ക് അത് ആദായിച്ചോലെ. ഈ കള്ളന്മാരാണ് പ്രശ്നങ്ങൾക്കെല്ലാം കാരണം, പറയാതിരിക്കാൻ പറ്റില്ല. അവർക്ക് അവർ ആദർശം ഉണ്ടാക്കി പാർട്ടി ഉണ്ടാക്കണം. ഹിന്ദു പിന്നെ ഇത് ഏകീകരണം, മുസ്ലിം ഏകീകരണം, 2 കള്ളന്മാരാണ്. ആ കള്ളത്ത് കൂട്ടുക ഞങ്ങളിപ്പോഴും പറ്റില്ല. ഹിന്ദു ഏകീകരണം നമ്മൾ കൂട്ടുനിൽക്കില്ല, മുസ്ലിം ഏകീകരണം കൂട്ടുനിൽക്കില്ല. പ്രശ്നമുണ്ട്, സ്വാഭാവികം ചെയ്യുക. അതൊക്കെ ഒന്നുകൂടി ശ്രദ്ധിക്കണമെന്ന് വിനീത അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊന്ന് നിങ്ങൾക്കറിയാം, ഒരു ഫാക്ടറിയിൽ ബോയിലറിൽ അപകടപ്പെട്ട ഒരു തൊഴിലാളി മരിച്ചു. ബോയിലറിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടില്ലല്ലോ. ഉടനെ MD മാനേജരോട് ചോദിച്ചു, നമ്മൾ ഈ കമ്പനി നിർത്തിയാൽ നമുക്ക് എന്ത് നഷ്ടം വരും? 1 കോടി രൂപയോളം വരും. ഈ മരിച്ച ആൾക്ക് കോമ്പൻസേഷൻ എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുത്താലോ? 10 ലക്ഷം കൊടുത്താൽ മതി. അപ്പോൾ കമ്പനി 90 ലക്ഷം ലാഭമല്ലേ, ശരി 10 ലക്ഷം കൊടുത്തേക്കാൻ പറഞ്ഞ് കമ്പനി മുന്നോട്ട് പോയി, നിർത്തിയില്ല. അതുപോലെയാണ് ഈ വണ്ടന്മാരെ കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കളെ ഇപ്പോൾ ആഘോഷങ്ങളിൽ വനിതാ ബില്ല് പാസ്സായില്ല എന്നിട്ട് കൊട്ടിഘോഷത്തിൽ രാഹുൽ ഉൾപ്പെടെ. എന്താണ് സംഭവിച്ചത്? ഈ അടുത്ത കാലത്ത് 3 സംഭവം ഉണ്ടാക്കി BJP ഗവൺമെൻറ്. ഒന്ന്, ആ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പൂനെയിൽ അവിടെ എന്തോ ലവ് ജിഹാദ് എന്ന് പറഞ്ഞിട്ടുണ്ടാക്കി. അങ്ങനെ ഒരു സ്ത്രീ അവിടെ ഇല്ല, ജോലി ചെയ്യുന്നില്ല.
പെട്ടെന്ന് മനുഷ്യൻ്റെ ചെവിയിലേക്ക് എത്തുമ്പോൾ വോട്ടാണ് നടക്കുന്നത്. ആസാമിൽ, പശ്ചിമ ബംഗാളിൽ, തമിഴ്നാട്ടിൽ, കേരളത്തിലൊക്കെ കഴിഞ്ഞാലും കാര്യമില്ല, കേരളത്തിൽ പ്രതീക്ഷയില്ല. അപ്പോൾ ആ വോട്ട് കിട്ടും. മറ്റൊന്ന്, ഈ വനിതാ ബില്ല് കൊണ്ടുവന്ന് പാസ്സാവില്ലെന്ന് അറിയാം. പക്ഷെ അതിൻ്റെ പേരിൽ ഇനി എന്താണ് പ്രചരണം മുഴുവൻ? പ്രതിപക്ഷം കോൺഗ്രസ് നയിക്കുന്ന, കത്തോലിക്ക കോൺഗ്രസ് നയിക്കുന്ന പാർട്ടി ഹിന്ദുക്കൾക്കും അല്ലെങ്കിൽ വനിതകൾക്കും എതിരാണെന്നുള്ള പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. മറ്റൊന്ന്, അച്ഛന്മാരുടെ പണത്തെ കാര്യമല്ലേ, അച്ഛന്മാരുടെ കാര്യമല്ല പറഞ്ഞത്, വിദേശ പണം കൊണ്ട് കണക്കാടുന്നതാണ്. അതിന് അച്ഛന്മാരോട് പ്രശ്നം ഉണ്ടാക്കിയപ്പോഴേ എന്ത് പറയുന്നറിയോ? കണ്ടോ, ഇതാണ് അവരുടെ സ്വഭാവം. കേരളത്തിൽ ഒരു പക്ഷേ ഒരു 10,000 വോട്ട് കിട്ടുമായിരിക്കും BJP ഈ കാര്യം കൊണ്ട് ഇത് പറയാതിരുന്നെങ്കിൽ. പക്ഷേ ഇത് 10,000 പോയാലും അവിടെ 10 ലക്ഷം വോട്ട് കിട്ടും. അപ്പോൾ ഏതൊരു ലാഭം? 10 ലക്ഷം നഷ്ടമായിരിക്കും കൊടുക്കുന്നോ, അത് 1 കോടി നഷ്ടപ്പെടുന്നോ? ബുദ്ധിയില്ലാത്ത പ്രതിപക്ഷ നേതാക്കളെ, നിങ്ങൾക്ക് വിറ്റ കാശ് സംഘം ഒരുപാട് കയ്യിലുണ്ട്. അവർക്ക് ഉപദേശിക്കാൻ ബുദ്ധിയുള്ളവരുണ്ട്. കോൺഗ്രസ് ഉപദേശിക്കാൻ, രാഹുൽ പിള്ളേർ ഉപദേശിക്കാൻ ഒരു മന്ദബുദ്ധിയില്ല, ഒരു ബുദ്ധിയില്ല. അത്ര കണ്ട് മോശമായിട്ടാണ്. അല്ലെങ്കിൽ എല്ലാവരും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകില്ലേ? ഞാൻ ഇന്ന് വേറൊരു കാര്യം പറയാൻ വന്നത്, ശ്രദ്ധിച്ച് കേൾക്കണം. 1969 ഐലൻഡിലെ വിമാനത്താവളം എറണാകുളം ജില്ലയിലെ വടക്ക് കിഴക്കൻ ഭാഗത്തേക്ക് മാറ്റേണ്ടി വരുമെന്ന് മാതൃഭൂമിയിൽ വാർത്ത വന്നു. അതെനിക്ക് കൂടുതൽ അടുപ്പം മാതൃഭൂമിയാണ്, അത് മനോരമ കോട്ടയം ഇവിടെ ഇല്ല. ആ വാർത്ത വന്നോട് എന്നെ അറിയുന്നവരൊക്കെ എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു. ഞാൻ ചിരിച്ചുള്ളൂ. പക്ഷേ 25 വർഷത്തിനകം വിമാനത്താവളം വന്നിട്ട് 25 വർഷം കഴിഞ്ഞു. ഇനി മറ്റൊരു കാര്യം കൂടെ അതേക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ വേടിക്ക് വിശ്വസിച്ചാൽ മതി, എനിക്ക് സംഭവമൊന്നുമില്ല. ഇനി ഒരു 2045 ഇപ്പോഴത്തെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ഇൻ്റർനാഷണൽ വിങ് വീണ്ടും ഐലൻഡിലേക്ക് വരികയും ഒരു 2050 കോടി അത് അവിടെ ഉദ്ഘാടനം ചെയ്യേക്കാം. അതൊക്കെ നമ്മുടെ വിലയിരുത്തലാണ്, നിങ്ങൾ സ്വീകരിക്കണം. മറ്റൊന്ന്, അങ്കമാലി അരൂർ മെഗാ ബൈപ്പാസ് വേണമെന്ന് പറഞ്ഞു. 99 2009 25 വർഷം കഴിഞ്ഞാൽ ഭാഗ്യമായിട്ട് വന്നു. ഇപ്പം അങ്കമാലിയിൽ നിന്ന് കുണ്ടന്നൂർ വരെ ഒരു 6 വരി പാത വന്ന്. നമ്മുടെ ഉദ്ദേശം പോലും ഇതല്ലെങ്കിലും. അതുകൂടെ മറ്റു പറയുന്നത്, എൻ്റെ മകളെ പ്രസവിച്ചപ്പോഴേ ഡോക്ടർ ഒരു പേര് ചോദിച്ചു. അത് ഞാനൊരു പേര് പറഞ്ഞു. അന്ന് പേര് ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ ഈ പേര് ഞാൻ പറയാം, പക്ഷേ ഈ കുട്ടി വളരാനും വികസിക്കാനും ഒക്കെ ആയുസ്സുണ്ടെങ്കിൽ അവളെ നമ്മളെയൊക്കെ അറിയപ്പെടുന്ന ഒരു നമ്പറിലായിരിക്കും പറയും. ഞാൻ പറഞ്ഞു 75-ലാണ്, 75-ലാണ്. 25 വർഷം കഴിയുമ്പോൾ കാർഡ് വന്ന്, ഇപ്പോൾ 25 വർഷമായിട്ട് ഇന്ത്യയിൽ ആധാർ കാർഡ് അറിയപ്പെടുന്നത്. മറ്റൊന്നും കൂടി പറയാം, നമ്മുടെ സ്വപ്നമായിരുന്നു വൈപ്പിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് കാടിൻ്റെ അടിയിൽ കൂടിയോ കാടിൻ്റെ മുകളിൽ കൂടിയോ പാലം വേണമെന്നുള്ളത്. ഏതായാലും ഇപ്പോൾ അത് തറക്കിടാൻ പോകുന്ന കേട്ടത് ഈ ഗവൺമെൻറ്. ഇനിയിപ്പോൾ അറിയില്ല, അത് വരും, നല്ല വരും. ലാസ്റ്റ് സെക്രട്ടേറിയറ്റ് അനക്സ് മധ്യ കേരളത്തിൽ വേണമെന്ന് പറഞ്ഞ് നമ്മൾ ഇതുപോലെ ഒരു വലിയ പ്രതീക്ഷയിലായി. അതും ഏതാണ്ട് നടക്കാൻ സാധ്യതയുണ്ട്. ഇത്രയും പറഞ്ഞു വരുന്നത് കാരണം കഴിഞ്ഞ സമ്മുകൾ വിലയിരുത്തിയാണ് ഒരാളെ വിലയിരുത്തുന്നത്. അല്ല, ഒരാളുടെ കാര്യം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ, പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ, അത് ഉറപ്പാക്കാൻ പറ്റില്ല. അതുപോലെ അടുത്ത ഭാവിയിൽ കേരളത്തിൽ ഇനി UDF കോൺഗ്രസ് നയിക്കുന്ന UDF പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രിയായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. നീ എന്തുകൊണ്ടാണ് കണക്കുകൊണ്ടിരിക്കുക? വെറുതെ പറയുന്നതല്ല. 100-ൽ 9% നായർ, 100-ൽ 10% ക്രിസ്ത്യൻ. പാലഞ്ചേരിയിൽ 5 കൺവേർട്ട് ക്രിസ്ത്യൻ. 100-ൽ 23% ഈഴവ. 100-ൽ ഏതാണ്ട് ഒരു 8% ദളിതുകൾ. ഇപ്പം ഏതാണ്ട് എല്ലാം വന്നില്ലേ? ഇവരിലെല്ലാം ഏതാണ്ട് 60% ഒരു 85% ഇവർ വോട്ട് LDF-നാണ്. ഈ പറഞ്ഞ വിഭാഗത്തിലെല്ലാം. കോൺഗ്രസിൽ മാത്രം അത്രയില്ല, ബാക്കിയെല്ലാം 60 മുതൽ 85% പേരും LDF-നാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ 100 വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ടാണ് ഈഴവന് കിട്ടുന്നത്, UDF-ന്. 100 വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ടാണ് നായരുടെ കിട്ടുന്നത്, UDF-ന്. 100 വോട്ട് ചെയ്യുമ്പോൾ 5 വോട്ടാണ് ക്രിസ്ത്യാനിയുടെ കിട്ടുന്നത്. 100 വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ടാണ് ദളിത് കിട്ടുന്നത്. പ്രധാന ഭാഗമല്ലേ. ബാക്കി അറിയപ്പെടാത്ത കുറച്ച് വിഭാഗമുണ്ട്, അവർ 10-12% അവർ കണക്കാക്കുന്നില്ല. ആശാരി മൂശാരി വർഗ്ഗങ്ങൾ, ദീപരൊക്കെ അവർക്ക് ഒരിക്കലും അങ്ങനെ കണക്കാക്കുന്നില്ല. എന്തുകൊണ്ട് ഇങ്ങനെ വരുമ്പോൾ അതേ സമയത്ത് മുസ്ലിം സമുദായം 100 വോട്ട് ചെയ്യുമ്പോൾ 30 വോട്ട് കിട്ടുന്നത് UDF-ന് കിട്ടുന്നത് മുസ്ലിം സമുദായത്തിലാണ്. അപ്പം 30 വോട്ട് കിട്ടുന്നവർക്കാണ് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കേണ്ടത്. അത് 10 വോട്ടും 7 വോട്ടും 9 വോട്ടും കിട്ടുന്നവർക്കോ? തികച്ചും
അന്യായമല്ലത്. ഞാൻ എന്ത് ബെനിഫിറ്റ്, എന്ത് പ്രിവിലേജാണ് ഈ 9% വരുന്ന നായർ വിഭാഗത്തിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കണം എന്നുള്ള എന്ത് പ്രിവിലേജ്, എന്ത് തിയറിയാണ്? എന്തെന്നാ അതിൽ അല്ല, പാരമ്പര്യ സ്വത്താണല്ലോ രാജ്യം എന്നുള്ളത്. ഇത് ഇന്നത്തെ തലമുറ മനസ്സിലാക്കി തുടങ്ങി. ഈ ഇങ്ങനെ ഒരു മുസ്ലിം മുഖ്യമന്ത്രി മുന്നിൽ നിർത്തി കളിച്ചില്ലെങ്കിൽ UDF എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് UDF ആമാവശേഷമാകും. പിന്നെ അടുത്ത് ഈ ഒരു 5 വർഷം ചിലപ്പോൾ മുന്നോട്ട് ഉന്തി തള്ളിപ്പോവും. അടുത്ത ഇലക്ഷനിൽ വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരും. ഈ പറഞ്ഞ മുസ്ലിം സമുദായത്തിൽ അന്ന് ഒരു 3% എക്സ്ട്രാ പോയുള്ളൂ. അപ്പോഴാണ് 99 സീറ്റ് ഇട്ട്. അതിലൊരു 30% മാറുകയാണെങ്കിലോ തീർന്നില്ല കോൺഗ്രസിൻ്റെ ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ, രാഹുൽ ഗാന്ധി നേതാക്കൾ, നിങ്ങൾ എന്തെങ്കിലും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് കേരളത്തിൽ മാത്രം ഇന്ത്യയിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ 20% വരുന്ന മുസ്ലിം സമുദായമുണ്ട് ഇന്ത്യയിൽ, അല്ലെങ്കിൽ 33% വരുന്ന മുസ്ലിം സമുദായമായിട്ട് കേരളത്തിൽ. ഇവർക്കെല്ലാം മാന്യമായിട്ട്, അല്ല അന്യായമായിട്ടല്ല, മാന്യമായിട്ട് അവരെ ഉൾക്കൊള്ളും, പരിഗണിക്കണം. ഇത് ഏത് മന്ത്രിസഭ രൂപീകരണം മുഖ്യമന്ത്രി വരുമ്പോൾ ഒരു മുസ്ലിം ചിന്തയിലും വരുന്നില്ല. എന്തോ പോരായിക. 30% ജനസംഖ്യ നിസ്സാര കാര്യമാണോ? മറ്റുള്ള അപേക്ഷിച്ച് 4-5 ഇരട്ടി ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ചിന്തിക്കുക, അവരെ കൂടി ലിസ്റ്റിൽ വരുത്തണ്ടേ? പത്രക്കാരാണെങ്കിലും മാധ്യമപ്രവർത്തകരാണെങ്കിലും അല്ല, പത്രക്കാരനല്ലോ, പിന്നെ മറ്റു ചിന്തകരും വിദഗ്ധരൊക്കെ പറയും ഒരു മുഖ്യമന്ത്രി വരുമ്പോൾ ദളിതിന് വരും പറഞ്ഞാലും മുസ്ലിം എന്നുള്ള വാക്കൊരുമില്ലേ. നിങ്ങൾ ആരെ പേടിക്കുന്നത്? സംഘപരിവാറിനെ കാണിച്ചോ? അത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അങ്ങനെ സംഘപരിവാറിനെ കാണിച്ച് മുസ്ലിം സമുദായത്തെ പേടിപ്പിച്ച് ആനുകൂല്യം എടുക്കാതെ നിങ്ങൾ വിചാരിക്കണ്ട. ഞങ്ങൾ അവരൊക്കെ മറുവശം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സംഘപരിവാർ അവരെ വഴി പോകും, ഞങ്ങളെ വഴി പോകും. ഒരിക്കലും കൂട്ടി മുട്ടാൻ പോകണം. അതാണ് ബുദ്ധി. RSS ആയിട്ട് ഓടിക്ക് അവരെ കൊല്ല ഇവിടെ കൊല്ല, അതൊരു ബുദ്ധിയല്ല, അത് കള്ളത്തരമാണ്. അവരെ വഴി പോകും, നമുക്ക് നമ്മുടെ വഴി പോകും. ഞങ്ങൾ പോകുന്നത് അങ്ങനെ പാരൽ രേഖയിട്ട് പോകണം. അല്ലെ STP പറയുമ്പോഴോ അല്ലെങ്കിൽ മറ്റേലും പറയുമ്പോഴോ RSS അടിച്ചു കൊല്ലണം, പകരം ഞങ്ങളെ കൊല്ലും, അപ്പോൾ 2 വെച്ച് ചിലപ്പോൾ പാർട്ടി വളർത്താം. അതൊക്കെ അവർ ദുഷ്ടലാക്കാണ്. നമുക്കത് താല്പര്യമില്ല. ഞങ്ങൾ വ്യക്തമായിട്ട് പറയാണ്, RSS അവരവരുടെ രീതിയിൽ പോകും. ഞങ്ങൾ മുസ്ലിം സമുദായം ഞങ്ങൾ പോകും. രണ്ട് പാരൽ രേഖയായിട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തെറ്റുണ്ടായിരിക്കാം, തെറ്റുണ്ടെങ്കിൽ ഇല്ലെന്നും പറയാൻ പറ്റില്ല. അതാണ് ബുദ്ധി. അല്ല പരസ്പരം അടിച്ച് കൊന്നും എത്ത് നടക്കും, എത്ര പ്രാവശ്യം വരെ കൊല്ലാൻ പറ്റും? തൊട്ടും പിടിച്ചിട്ട് വൈരാഗ്യമുണ്ടെങ്കിൽ ഇതിപ്പോൾ വാൽപ്പാറയിൽ മരിച്ചതിനെ കുറിച്ച് സംഘപരിവാറിൻ്റെ ചില കുബുദ്ധികൾ വാർത്ത ഇട്ട്, അതൊക്കെ തെറ്റില്ലേ? അത് തന്നെ 2 കൂട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ്. ഹിന്ദു വൈകീകരണവും മുസ്ലിം വൈകീകരണവും, അത് രണ്ടും ആപത്താണ്, ഒരുപോലെ ആപത്താണ്. അത് പണ്ട് EMS പറയും പോലെ ന്യൂനപക്ഷ വർഗീയതയും ന്യൂനപക്ഷ തീവ്രവാദവും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ ആപത്താണ്. അപ്പോൾ EMS കാര്യത്തിൽ ആ കാര്യത്തിൽ EMS നമ്മൾ അനുകരിക്കാം, ഒരു തെറ്റില്ല. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ തീവ്രവാദവും ഒരുപോലെ നാടിനാപത്താണ്. തീവ്രവാദം കൊണ്ട് അവരൊന്നും ജയിക്കാനും പോകുന്നില്ല, വളരാനും പോകുന്നില്ല. ഈ ഭൂരിപക്ഷ വർഗീയത കൊണ്ട് ഞങ്ങളുടെ ഈ 100 വർഷമായാലും RSS എന്ത് ഇന്ത്യയിൽ ഉണ്ടാക്കിയത്? എത്ര ഹിന്ദു സമുദായങ്ങൾക്ക് മേലിലോട്ടാൻ മാറ്റി? കുറേ വ്യക്തികൾക്ക് ചില ആനുകൂല്യം കിട്ടിയെന്നല്ലാതെ എന്തുണ്ടാക്കി പറ്റി? അപ്പോൾ ഭൂരിപക്ഷ വർഗീയത കൊണ്ട് നാട് നന്നാവില്ല, വ്യക്തി നന്നാവില്ല. അതുപോലെ ന്യൂനപക്ഷ തീവ്രവാദം കൊണ്ട് ആൾ നന്നാവില്ല, ആ വ്യക്തി സമൂഹം നന്നാവില്ല. എപ്പോഴും മാന്യമായിട്ടും പിന്നെ ശാന്തമായിട്ട് പോകുന്നതാണ്. ശാന്തമായിട്ട് പോകുന്ന ഒരു സ്ഥലത്തെ പുരോഗതി ഉണ്ടാവുള്ളൂ. ചേട്ടൻ പറയും ചില പൂച്ചകൾ വന്ന് താമസിച്ച വീട്ടിൽ ഐശ്വര്യമുണ്ടെന്ന്. എന്നുവെച്ചാൽ ശാന്തമായുള്ള വീടുകളിലെ പൂച്ച വരുള്ളൂ. എപ്പോഴും ബഹളവും അതൊക്കെ ഉണ്ടെങ്കിൽ പൂച്ച വരില്ല. അപ്പോൾ ശാന്തമാണ്. ശാന്ത വളർച്ചയുടെയും സമാധാനത്തിൻ്റെയും ഒരു അടയാളമാണ് ശാന്തത. ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു സംതൃപ്തിയാണ്. സംതൃപ്തി ഉണ്ടെങ്കിൽ മറ്റു പണമൊക്കെ അല്ല, അതുപോലെ ശാന്തത. അപ്പോൾ ഏതായാലും ആര് മന്ത്രിയാണോ ആര് മുഖ്യമന്ത്രിയാണെന്നൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചയൊക്കെ നടക്കുമ്പോഴും ഇന്നിപ്പോൾ ഒരാൾ പറഞ്ഞു, എന്താണെന്നറിയോ, ഈ 2018 വെള്ളപ്പൊക്കം ഏതാണ്ട് 90 മലയാളം ആണ്ട് 99 വെള്ളപ്പൊക്കം അതിനോടൊപ്പം തന്നെ വന്നു കാണും ഈ 2018 വെള്ളപ്പൊക്കം. പക്ഷേ അത് മനുഷ്യ സൃഷ്ടിയാണ്. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മൊത്തത്തിൽ കുറ്റം പറയാൻ പറ്റില്ല. മാണിസാർ കുറ്റം അറിയില്ല. അത് പരമാവധി വെള്ളം സ്റ്റോക്ക് ചെയ്ത്
1 കോടി രൂപ ലാഭിക്കാൻ വേണ്ടി 14 വെള്ളം സ്റ്റോക്ക് ചെയ്ത് അവസാനം നിൽക്കുകയില്ല, തുറക്കേണ്ടി ഇപ്പോൾ തുറക്കാൻ സമ്മതിക്കില്ല. എന്താണ്? അതാണ് മാത്യു ടി തോമസ് പറഞ്ഞത്, മാത്യു കൊഴിൽനാടൻ പറഞ്ഞത്. മാത്യു കൊഴിൽനാടൻ പറഞ്ഞത് ഭാഗ്യതാണ്. അത് മാത്യു ടി തോമസാണ് അന്ന് ജലസേന വകുപ്പ് മന്ത്രി, ജനതാദളിലെ ആളാണല്ലോ. മന്ത്രി കൃഷ്ണൻകുട്ടി ഇലക്ട്രിസിറ്റി ബോർഡ്. മേരി മാത കൺസ്ട്രക്ഷൻ കമ്പനി മൂവാറ്റുണ്ട്. അവർക്ക് ഈ ഐലൻഡിലൊക്കെ ഈ എന്താണ് ഐലൻഡിൽ സർക്കാർ ഭൂമി കയ്യേറിയോ എന്നാൽ പെട്ടത് എടുത്ത് അവിടെ ഈ ഇതുണ്ടാക്കുന്ന ഈ കോൺക്രീറ്റ് മിക്സിങ് ഒക്കെ അവർക്ക് വേണ്ടി കരിമണിൽ ഒഴുകാൻ പോകാതിരിക്കാൻ വേണ്ടി തണ്ണീർമുക്കം ബണ്ട് തുറക്കാൻ വേണ്ടി കൊടുത്തില്ല. അങ്ങനെ 3-4 ദിവസമായിട്ട് വൈകിച്ചാണ്. ഇല്ല മണൽ അവിടെ മണൽ വരില്ല, 1000 ടൺ മണലിടപ്പുണ്ട്. ആ മണൽ കരിമണൽ എന്ന് പറഞ്ഞത് സ്വർണ്ണത്തകൾ വിലയിട്ടതാണ് വിദഗ്ധർ പറഞ്ഞത്. അത് 1 കിലോയ്ക്ക് 65 രൂപക്കാണ് അവർ വാങ്ങുന്നത്, സർക്കാർ കൊടുക്കുന്നത്. ആ സാധനം വിൽക്കുന്നത് 5000 രൂപയ്ക്കുള്ളതെന്നൊക്കെയാണ് റിപ്പോർട്ട്. നമുക്ക് കൃത്യമറിയില്ല. ഇതായാലും നല്ല വിലയുള്ള വസ്തുവാണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് എത്ര കോടി രൂപയുടെ നഷ്ടപ്പെട്ടത്, എത്ര ജീവൻ പൊലിഞ്ഞു. ആ മാത്യു ടി തോമസും ഇന്ന് മത്സരിച്ച് മന്ത്രിയാകാൻ പോവാണ് ഭരണം കിട്ടിയാൽ. എന്താ ചെയ്യുന്നത്? ഇവർക്കെല്ലാം അവരൊരു താല്പര്യം. ക്രിസ്ത്യൻ സമുദായത്തോട് നമുക്ക് ഒരു എതിർപ്പില്ല. പക്ഷെ അതിൽ ചില വിങ്ങുകൾ ഈ ഉദ്യോഗസ്ഥന്മാരിൽ നല്ല ശതമാനം, പ്രത്യേക എഞ്ചിനീയർമാരിലൊക്കെ നല്ല ശതമാനം ക്രിസ്ത്യൻസാണ്. പല കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇതേപോലെ FACT വന്ന് 100 കണക്കിന് കമ്പനികൾ കളമശ്ശേരി ഭാഗത്ത് വന്നതിലും അതിൽ ഏതാണ്ട് 80% ക്രിസ്ത്യൻ സ്റ്റാഫാണ്. അങ്ങനെയാണ് കളമശ്ശേരി, തൃക്കാക്കരയൊക്കെ ഇങ്ങനെ ക്രിസ്ത്യൻ മേഖലയായി വന്നത്. 90% മുസ്ലിങ്ങളുടെ മേഖലയായിരുന്നു. ഒരു കോൺട്രാക്ടർ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കോൺട്രാക്ടർ കൊച്ചു വർക്കെടുത്ത് 5-8 വർക്ക് കഴിഞ്ഞ് ഒരു 10ാമത്തെ വർക്ക് നല്ല വർക്ക് എടുക്കും. ആ പഞ്ചായത്ത് 10ാമത്തെ നല്ല വർക്ക് എടുക്കുമ്പോൾ അവിടെ എഞ്ചിനായിട്ട് ഒടുക്കിയിട്ട് ബ്ലോക്കാവും. പിന്നെ ആ പൈസ ബ്ലോക്കാവും, തകർന്നു പോകും. അങ്ങനെ പലരും തകർത്ത് കളഞ്ഞ കാര്യം എനിക്കറിയാം. വാഴക്കാലം തകർത്ത് എനിക്കറിയാം, അങ്ങനെ ഒരുപാട് അറിയാം. അവിടെ ഇത് ജാതിയെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ മേധാവിത്വം അല്ലെങ്കിൽ ആ ദുഷ്ടലാക്ക്. ആരാണ് ഈ മേരി മാത അറിയാലോ? മേരി മാതയുടെ പേര് തന്നെ. മേരി മാതക്ക് ഇന്ത്യയുടെ സമ്പത്താണ് കൊള്ളയടിച്ചത്. കൂട്ടുകാരാണ് മാത്യു ടി തോമസ്. മാത്യു ടി തോമസിൻ്റെ അളിയൻ്റെ പെങ്ങൾ അവരൊക്കെയാണ്. എന്താണ് ചെയ്യുന്നത്? അതാണ് പറയുക, അനീതി ഒരാളുകൾ ചൂണ്ടിക്കാണിക്കണ്ടേ? നമ്മുടെ കിഴക്കൻ വനങ്ങൾ മുഴുവനും സഭയുടെ ഗ്രൂപ്പ് വാങ്ങിച്ചത് കയ്യേറി അല്ലെങ്കിൽ ഞാൻ ഇന്നാളൊരു റിപ്പോർട്ട്, ഇതൊക്കെ നമുക്ക് ഓരോരുത്തരും പറയും. ഇന്നാൾ റിപ്പോർട്ട് 1 ലക്ഷം ഇതുണ്ടല്ലോ ക്രഷർ യൂണിറ്റ് എന്നാണ്. ക്രഷർ അല്ലെങ്കിൽ കരിങ്കൽ യൂണിറ്റാണ് സഭയ്ക്ക്. ആ പ്രദേശം മുഴുവൻ പല സ്ഥലത്ത് വിട്ടതാണ്. എത്ര ലക്ഷം ദിവസം വരുമാനമുണ്ട്? പണമാണ്, ബിസിനസ്സാണ്, സാമ്പത്തിക നേട്ടമാണ്. അല്ലാതെ അതിൽ കവിഞ്ഞ ഒരു മതവും സഭയെ സംഭവിച്ചില്ല. ഭൗതിക നേട്ടം മാത്രമേ ഉള്ളൂ. മറ്റ് സമുദായങ്ങൾ, ഹിന്ദു സമുദായത്തിലും മുസ്ലിം സമുദായത്തിൽ അത്രയുമില്ല, കുറച്ചൊക്കെ ആത്മീയതയിലുണ്ട്. ക്രിസ്ത്യൻ സമുദായമല്ല, ആത്മീയതയല്ല, ഭൗതിക നേട്ടം മാത്രമാണ്. അതാണല്ലോ കാണുന്നത്. അതായത് ഇതിനൊക്കെ തിരിച്ചടി ഉണ്ടാകും ഒക്കെ സംശയമില്ല. ഞാനിപ്പോൾ മിണ്ടായിരുന്നാലും, ഞാനിതൊന്നും മിണ്ടായിരുന്നാലും ഇത് തിരിച്ചടി ഉണ്ടാവും. സംഘപരിവാർ എല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവർ വേണ്ടതിൽ ചെയ്യും. അതിലൊന്നും 2% വന്ന ക്രിസ്ത്യൻ സമുദായത്തിലൂടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയും 10,000 വോട്ടോ മറ്റോ കിട്ടും ക്രിസ്ത്യൻ സമുദായത്തോടെ ഒത്തുനിന്ന്, സഭയായിട്ട് ഒത്തുന്ന. ആ 10,000 വോട്ടാണ് പോയിക്കോട്ടെ എന്ന് അവർ തീരുമാനിച്ചു. പകരം അവിടെ 10 ലക്ഷം വോട്ട് കിട്ടും. ആസാമിലും പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും. മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക്. ഇവിടെ ഇപ്പോഴും പറഞ്ഞു വരുന്നത് നീതി വേണ്ടേ? നമ്മൾ കുഞ്ഞാക്കാട് ഞാനിപ്പോൾ സീതി സാഹിബിൻ്റെ കാര്യം പറഞ്ഞു. സീതി സാഹിബാണ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാപക നേതാക്കൾ ഒരാളാണ്. അതും ജന്മിയായിരുന്നു, പണക്കാരന്, സ്വതവേ തന്നെ പണക്കാരന്. അവസാനം ദരിദ്രമായി മറിച്ച്. ഞാൻ പറഞ്ഞല്ല, ചരിത്രം എന്താണ്? കുഞ്ഞാക്കാട് മുസ്ലിം ലീഗ് എത്ര കോടികൾ ഉടമയാണ്. നേരത്തെ സമ്പത്തുള്ളതാണ് കുഞ്ഞാക്ക്, സമ്പത്തുള്ള എനിക്കറിയുന്നത്, എൻ്റെ അറിവ് മുഴുവൻ വന്നില്ല. അപ്പോൾ അതേ സമയത്ത് ആ മുസ്ലിം ലീഗ് എന്ന ഒരു പ്രസ്ഥാനം കൊണ്ടാണ് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ആകാത്ത മുസ്ലിം സമുദായത്തിൽ നിന്ന്. ഞാൻ ഇന്നലെ വീട് അവരാകെയില്ല, ഒരു മുസ്ലിം സമുദായത്തെ മുഖ്യമന്ത്രി ആക്കുകയില്ല. ഇനി അത് പറ്റില്ല കുഞ്ഞാക്കാട് പറഞ്ഞു. എനിക്ക് കുഞ്ഞാക്കാടക്ക് യാതൊരു ഇഷ്ടക്കുറവില്ല, മുസ്ലിം ലീഗിനോടും ഇഷ്ടക്കുറില്ല, ഒരു ക്രിസ്ത്യൻ നേതൃത്വത്തോടും ഇഷ്ടക്കുറില്ല, ആരോടും ഇഷ്ടക്കുറില്ല. പക്ഷെ നീതി വേണം, സത്യമായിരിക്കണം. അതിൽ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ കുറ്റവാളിയാണ്. എൻ്റെ ഗ്രൂപ്പ് പറയുന്ന ആൾക്ക് അതിൽ ക്രിസ്ത്യാനിയൊക്കെ ഉണ്ട്, ഞാൻ മുസ്ലിം മാത്രമല്ല. അവർ പറയുന്ന അത് ഞാൻ എൻ്റെ വായിക്കൂടി പറയുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മുസ്ലിം ലീഗ് അടുത്തൊരു ഈ വരുന്ന
അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വരുമ്പോൾ രാഹുൽ ഗാന്ധിയും അവിടെ നിന്ന് വിൽക്കാൻ വേണ്ടി ഒരു മുസ്ലിമിനെ കേരളത്തിൽ മുഖ്യമന്ത്രി ആകണം ഈ ഇലക്ഷനിൽ, ഈ തെരഞ്ഞെടുപ്പിൽ. ലീഗുകാർ ഒരിക്കലും പറയില്ല, അവരിട്ടാകുകയില്ല, അവരാകാൻ സമ്മതിക്കില്ല. പക്ഷെ അത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ നശിച്ചു പോകും. നിങ്ങൾ നശിച്ചു. അവസാനം മുസ്ലിം ലീഗ് LDF പോയി ചെയ്യും. മുസ്ലിം ലീഗ് LDF പോയി നിങ്ങളെ നശിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ മുസ്ലിം ലീഗിൻ്റെ ബന്ധമുണ്ടല്ലോ, ആ കെട്ടിൽ നിന്ന് പുറത്തു വരണം. പുറത്ത് പറയുന്നൊന്നും ശരിയല്ല. മുസ്ലിം ലീഗ് അങ്ങനെ കുഴപ്പക്കാരൊന്നുമില്ല. പക്ഷെ പുറത്ത് ധാരണ, പ്രത്യേകിച്ച് അമുസ്ലിങ്ങളുടെ ഇടയിൽ ധാരണ ലീഗാണ് കോൺഗ്രസ് നയിക്കുന്നത്, ലീഗാണ് കോൺഗ്രസ് നിയന്ത്രിക്കുന്നത്, അവരെ കൊത്തുകയാണ് എന്ന് പറഞ്ഞു. അത് പറയാനുള്ള അവസരം കൊടുക്കാവോ? ഒന്നുകിൽ മുസ്ലിം ലീഗ് മുസ്ലിം എന്ന പേര് മാറ്റി ദേശീയധാരയുള്ള പാർട്ടി എടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ജനങ്ങൾക്ക് വീതനുസരിച്ച് കിട്ടുന്ന അതിൽ 4-1 5-1 മുസ്ലിങ്ങളെ സപ്പോർട്ടുള്ള ലീഗിന്. ഞാൻ പറഞ്ഞില്ല 1,20,00,000 മുസ്ലിങ്ങൾ, അല്ലെങ്കിൽ 20 ലക്ഷം 21 ലക്ഷമാണ് ലീഗ് മെമ്പർഷിപ്പ് ഉള്ളത്. ലീഗ് മെമ്പർഷിപ്പ് വെച്ചാൽ മൊത്തം അനുഭാവികൾ കണക്കാം. അപ്പോൾ 1 കോടി പുറത്തുണ്ട്. അപ്പോൾ ഈ 1 കോടി പുറത്ത് നിൽക്കുന്നവர்கள் കാണാതെ കുഞ്ഞാക്കടയും തങ്ങളുടെയും വാക്ക് കേട്ട്, അല്ല അവരാണ് സർവ്വം വിചാരിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് പറ്റും LDF വീണ്ടും അധികാരത്തിൽ വരും, ലീഗ് അങ്ങോട്ട് പോവുകയും ചെയ്യും. അപ്പം ബുദ്ധിയുണ്ടെങ്കിൽ ഞാൻ പറയുക, കഴിഞ്ഞ സംഭവങ്ങൾ ആവർത്തി പറഞ്ഞത് നടക്കാനുള്ള സാധ്യത പറഞ്ഞത് എല്ലാം നടന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അത് എൻ്റെ കഴിവൊന്നുമില്ല, ദൈവാനുഗ്രഹമാണ്. പിന്നെ നമുക്ക് കണക്കുകൂട്ടലാണ്. കണക്കുകൂട്ടലെന്ന് അറിയാമല്ലോ, ഇത്ര ഇതും വേണ്ട. ഒരു രാജാവിൻ്റെ സദസ്സിൽ അയൽവക്കത്ത് രാജ്യത്ത് ഒരാൾ വന്നിരുന്നു. അതിന് പല കാര്യം സംസാരിച്ച കൂട്ടത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കാൽ ഒരു പെട്ടിയിൽ 2 പേര് പിടിച്ച് സദസ്സിൽ കൊണ്ടുവച്ചു. എന്നിട്ട് ഈ വന്ന ആൾ ചോദിച്ചു, ഈ പെട്ടിക്കത്തിക്ക് എന്താണെന്ന് അറിയാമെന്ന് ചോദിച്ചു. അയാൾ ഈസിയായിട്ട് അത് പാകാക്കാത്ത മാതളനാരങ്ങ എന്ന് പറഞ്ഞു. ഒരു പരിചയമില്ലല്ലോ, ആദ്യസാധനമല്ലേ. അപ്പോൾ ഈ രാജാവ് ചോദിച്ചു, നിങ്ങൾക്ക് ഇതെങ്ങനെ മനസ്സിലായി? എടോ അത് അധികം ബുദ്ധിയൊന്നും വേണ്ട. എടോ എന്ന് പറയാൻ പരിചയക്കാർ സുഹൃത്തുക്കളെ എടോ അതിനധികം പരിചയമൊന്നും വേണ്ട. ഞങ്ങൾ നോക്കുമ്പോൾ ഇത് കൊണ്ടുവന്ന് പെട്ടിക്കത്ത് എന്തോ ഉരുളുന്നുണ്ട്. അതും മാതളനാരങ്ങയാണ്, പാകമാക്കാത്ത മാതളനാരങ്ങ നോക്കി പറഞ്ഞില്ല, വെറുതെ പറഞ്ഞില്ല. അപ്പോൾ ഉരുളുന്നുണ്ട്. അപ്പോൾ എന്താ അപ്പോൾ മനസ്സിലായി, ഉരുളിൽ പങ്ക് കൊണ്ടത് മാതളനാരങ്ങ അതുപോലെ എന്തായിരിക്കും. പക്ഷേ ഈ പെട്ടി കൊണ്ട് എടുത്താണ് മാതളനാരങ്ങ തോട്ടത്തിൽ നിന്നാണ്. അപ്പോൾ തോട്ടത്തിൽ നോക്കും മാതളനാരങ്ങ ഉണ്ടെങ്കിൽ പാകമായിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി പാകാകത്താണ്, അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പോൾ അതാണ് കണക്കെന്നാണ്, കണക്കൂട്ടിലാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഐലൻഡിലെ എയർപോർട്ട് എറണാകുളം ജില്ലയിൽ വടക്ക് കിഴക്കൻ ഭാഗത്തേക്ക് മാറുമെന്ന് പറഞ്ഞത് 69 50 വർഷം മുമ്പ്? കാരണം നമ്മൾ സാമൂഹ്യശാസ്ത്രം അല്ലെങ്കിൽ ഭൂമിശാസ്ത്രം പഠിക്കുമ്പോഴേ വേറെ സ്ഥലമില്ല അവിടെ. അപ്പുറത്ത് മാറി കടൽ മാത്രമേ ഉള്ളൂ. ആലപ്പുഴ ഭാഗത്ത് കഴിഞ്ഞാൽ കഴിയില്ല. പിന്നെ കരഭൂമി ഉള്ളത് എറണാകുളം ജില്ലയിൽ കിഴക്കൻ വടക്ക് ഭാഗത്താണ്. അതാണ് നമ്മൾ പറഞ്ഞത്. അത് കണക്കുകൂടി ശരിയാണ്. ഇത് പറയുന്നെല്ലാം കണക്കുകൂടില്ല. 4-3-7 എവിടെ ചെന്നാലും. ഞാൻ പറഞ്ഞല്ലോ, ഇന്നിപ്പോൾ പകലാണ് എന്ന് പറഞ്ഞാൽ തെറ്റാവും. ഇന്നിപ്പോൾ രാത്രിയുള്ള സ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇന്നിപ്പോൾ രാത്രിയാണെന്ന് പറഞ്ഞാൽ തെറ്റുണ്ട്, പകലുള്ള സ്ഥലമുണ്ട്. പക്ഷേ 4-3-7 ചൊവ്വയിൽ ചെന്നാൽ പോലും 4-3-7 തന്നെയാണ്. അതൊരു കണക്ക് മാറ്റില്ല. എല്ലാം കണക്ക് നിൽക്കുന്നത്. ഇതെല്ലാം കണക്കാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ പറയാണ് കോൺഗ്രസ് നേതാക്കളോട്, നിങ്ങൾ മുസ്ലിം ലീഗിനെ മാത്രം നമ്പി മുന്നോട്ട് പോകരുത്. അവർക്ക് മാന്യമായ അംഗീകാരം കൊടുത്ത് സ്ഥാനങ്ങൾ കൊടുത്ത് കുഴപ്പമൊന്നുമില്ല, സഹകരിക്കും, വിശ്വസിക്കാം. പക്ഷേ അവരൊന്നുകിൽ മുസ്ലിം പേര് മാറ്റും, അല്ലെങ്കിൽ അവർ കപ്പാസിറ്റി അനുസരിച്ച് ആക്കി കൊടുക്കും. ബാക്കി കോൺഗ്രസ് മുസ്ലിം സമുദായത്തിൽ തന്നെ ലീഡർഷിപ്പ് കണ്ടുപിടിക്കണം. ബാക്കി 1 കോടി മുസ്ലിങ്ങൾ പുറത്തിറങ്ങും. അതിൽ നിന്ന് ലീഡർഷിപ്പ് കണ്ടുപിടിച്ചു ഒരു മുഖ്യമന്ത്രിയായിട്ട്, കോൺഗ്രസ് മുഖ്യമന്ത്രിയായിട്ട് മുസ്ലിം വെച്ചാൽ പിന്നെ ലീഗിൻ്റെ കുത്തിയാണ്, ലീഗിൻ്റെ കെയർ ഓഫ് എന്നുള്ള ആ തെറ്റിദ്ധാരണ മാറും. അതൊരു തരം മാറും. അല്ലെങ്കിൽ ഇപ്പോഴും ധാരണ മാറും. ലീഗാണ് എല്ലാം നിൽക്കുന്നത്. അത് മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്താൻ നിങ്ങൾക്ക് ഒരായിരം നന്ദി. ജയ് ഹിന്ദ്.